എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായ മുദ്രക്സിന്റെ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നാണ്. ഇപ്പം മുദ്രക്സും ഒരു FIU രജിസ്റ്റേർഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പം മുദ്രക്സിനെ മറ്റ് എക്സ്ചേഞ്ചുകളെ കമ്പയർ ചെയ്യുമ്പോഴുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോയിൻ സെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതെന്താണെന്നുള്ള ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മൾ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി മുദ്രക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഒരു OTP നമ്മുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു 150 രൂപ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലോട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം കംപ്ലീറ്റ് വെരിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ 18 വയസ്സിന് മുകളിലുള്ള ആളാണോ. അത് നമ്മൾ ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. പിന്നെ ആധാർ യൂസിങ് ഡിജി ലോക്കർ നമ്മളത് കണ്ടിന്യൂ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഫോണിലോട്ട് ഒരു OTP വന്നിട്ടായിരിക്കും. അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡിജി ലോക്കറിൻ്റെ 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സബ്മിറ്റ് ചെയ്തേക്ക് നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡുമാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം അലോ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ടേക്ക് എ സെൽഫി നമ്മുടെ ഫോണിൽ ഒരു സെൽഫി എടുത്തിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വാട്ട് യുവർ ആനുവൽ ഇൻകം, ഒക്യുപ്പേഷൻ, പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണോ അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ, IFSC കോഡ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലൈം യുവർ ഫ്രീ ബിറ്റ്കോയിൻ ക്ലൈം നൗ കൊടുക്കുക. അതിനുശേഷം ക്ലൈം ബൈ ആഡിങ് ഫണ്ട് എന്നിട്ട് നമ്മൾ എത്ര രൂപയാണ് ആഡ് ചെയ്യുന്നത് അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ടു പേ. നമുക്കിത് ഫോൺ പേ വഴി കൊടുക്കാം, Paytm ഏത് മെത്തേഡ് വഴിയാണെങ്കിലും ചെയ്യാൻ സാധിക്കും. എന്നിട്ട് കണ്ടിന്യൂ സെലക്ട് ചെയ്യാം. നമുക്ക് ഇത് കാണാൻ സാധിക്കും നമ്മൾ 10,000 രൂപ നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 150 രൂപയും ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുദ്രക്സിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് കോയിൻ സെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മറ്റ് എക്സ്ചേഞ്ചിൽ പോലെ തന്നെ ഇൻഡിവിജ്വൽ കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് കോയിൻ സെറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്രിപ്റ്റോ ബ്ലൂ ചിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ക്രിപ്റ്റോ മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ സെക്ടോറിയേറ്റ് ആയിട്ടുള്ള ഡെഫി ട്രാക്കർ, സ്മാർട്ട് കോൺട്രാക്ട് ട്രാക്കറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്രിപ്റ്റോ ബ്ലൂ ചിപ്പിലാണ്. 18.5K ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് സെലക്ട് ചെയ്തു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബിറ്റ് കോയിനിൽ, ഇത്തീരിയം, റിപ്പിൾ, BNB, സൊളാനയിലാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇൻവെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് 1 ടൈം ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ 1 ടൈം ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അടുത്താണ് എമൗണ്ട് 10,149 ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഞാൻ കൺഫേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊസീജിയർ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്.